ഹലോ എവ്രി വൺ, 4ാം ക്ലാസ്സിലെ EVS ലാൻഡ് ഓഫ് ആർട്സ് മൂന്നാമത്തെ ഭാഗം നോക്കാം. നമ്മൾ ആദ്യത്തെ 2 ഭാഗങ്ങളിൽ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി മൂന്നാമത്തെ ഭാഗത്തിൽ എന്താണ് ചർച്ച ചെയ്യുന്നതെന്ന് നോക്കാം. ലുക്ക് അറ്റ് ദ പിക്ചേഴ്സ്. ദേ ആർ വേരിയസ് ആർട്ട് ഫോംസ് ഓഫ് our state. Collect details about these art forms and record them in the environment diary. ഇപ്പോൾ കുറച്ച് കലാരൂപങ്ങളുടെ ചിത്രങ്ങളാണ് ഈ തന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പ്രത്യേകതകൾ എന്താണെന്ന് നമുക്ക് ഒന്ന് കണ്ടു നോക്കാം. ഒന്നാമത്തെ ചാക്യാർ കൂത്ത്. ചാക്യാർ കൂത്ത് ഈസ് എ ട്രഡീഷണൽ ഡാൻസ് ഫോം ഓഫ് കേരള ദാറ്റ് ഈസ് പെർഫോംഡ് ഇൻ ദ ടെമ്പിൾസ്. അമ്പലങ്ങളിലൊക്കെ നടന്നിരുന്ന ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു പരമ്പരാഗതമായിട്ടുള്ള ഒരു നൃത്തരൂപമായിരുന്നു ചാക്യാർ കൂത്ത്. ചാക്യാർ കൂത്ത് വാസ് ഒറിജിനലി പെർഫോംഡ് ഓൺലി ഇൻ കൂത്തമ്പലംസ് ഓഫ് ഹിന്ദു ടെമ്പിൾസ്. ഇത് സാധാരണയായി നടത്തി വന്നിരുന്നത് കൂത്തമ്പലങ്ങളിലായിരുന്നു. ഇറ്റ് ഈസ് എ ഹൈലി റിഫൈൻഡ് മോണോലോഗ് വെയർ ദ പെർഫോമർ നറേറ്റ്സ് എപ്പിസോഡ്സ് ഫ്രം ഹിന്ദു എപ്പിക്സ് ലൈക്ക് രാമായണ ആൻഡ് മഹാഭാരത. മോണോലോഗ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരു ക്യാരക്ടറേ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ രാമായണ, മഹാഭാരത തുടങ്ങിയ ഹിന്ദു പുരാണങ്ങളിൽ നിന്നുള്ള കഥകളാണ് സാധാരണയായിട്ട് കൂത്തിൽ നമുക്ക് കാണാൻ കഴിയുക. സംടൈംസ് ഇറ്റ് ഈസ് ഡൺ ആസ് സ്റ്റാൻഡ് കോമഡി ആക്ട് ഇൻകോർപ്പറേറ്റിംഗ് കമൻട്രി ഓൺ കറൻറ്റ് സോഷ്യോ പൊളിറ്റിക്കൽ ഈവൻറ്റ്സ്. അപ്പം സമയത്തുണ്ടായിരിക്കുന്ന സാമൂഹ്യ ദുരാചാരങ്ങൾക്കെതിരെയൊക്കെ സാധാരണ ചാക്യാർ തൻ്റേതായ കമൻസുകൾ പാസ്സാക്കാറുണ്ട്. അടുത്തത് മാർഗം കളിയാണ്. മാർഗം കളി ഈസ് എ റിച്വൽ ആർട്ട് ഫോം പോപ്പുലർ അമംഗ് certain sects of the Christian community of Kerala. Rhythmic movements and songs are the major attractions. The participants wear traditional costumes and jewelry. നമ്മൾ മാർഗം കളി ഒന്നുമില്ലെങ്കിലും നമ്മുടെ യുവജനോത്സവങ്ങളിലൊക്കെ കാണാറുണ്ടല്ലേ. സാധാരണയായി ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ നടത്തി വരുന്ന ഒരു ആചാരവുമായി ബന്ധപ്പെട്ട ഒരു നൃത്തരൂപമാണ് മാർഗം കളി. അവരുടെ താളത്തിനൊത്തുള്ള ചുവടുകളും ഒക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം കളി ആകർഷകമാക്കുന്ന ഒരു കാര്യം. അതുപോലെ പരമ്പരാഗതമായിട്ടുള്ള കോസ്റ്റ്യൂംസ് ആയിരിക്കും, വസ്ത്രങ്ങളും ജ്വല്ലറിയൊക്കെ ആയിരിക്കും അവർ ധരിക്കുക. അടുത്ത കൂടിയാട്ടമാണ്. യുനെസ്കോ ഓണർ ഡാൻസ് ഫോം ഓഫ് കേരള. കൂടിയാട്ടത്തിനൊരു പ്രത്യേകതയുണ്ട്. യുനെസ്കോ അംഗീകരിച്ച ഒരു നൃത്തരൂപം, ഒരു കലാരൂപമാണ് കൂടിയാട്ടം. കൂടിയാട്ടം ഈസ് ദ ഏർലിയസ്റ്റ് ക്ലാസിക്കൽ ഡ്രമാറ്റിക് ആർട്ട് ഫോം ഓഫ് കേരള. ഇറ്റ് ഈസ് ട്രഡീഷണലി പെർഫോംഡ് ഇൻ ടെമ്പിൾ തിയേറ്റേഴ്സ് നോൺ ആസ് കൂത്തമ്പലംസ്. അപ്പോൾ നേരത്തെ നമ്മൾ കൂത്തമ്പലത്തിലൊരു ചാക്യാർ കൂത്തിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ കൂത്തമ്പലത്തിൽ നടത്തി വന്നിരുന്ന ഒരു ആചാരമായിട്ട് ബന്ധപ്പെട്ട ഒരു നൃത്തരൂപമാണ് കൂടിയാട്ടം. ട്രഡീഷണലി ദ മെയിൻ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് യൂസ്ഡ് ഇൻ കൂടിയാട്ടം ആർ ദ മിഴാവ്, കുഴിത്താളം, ഇടയ്ക്ക, കുറുംകുഴൽ ആൻഡ് ശംഖ്. ഇതൊക്കെയാണ് സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ്. Traditionally, കൂടിയാട്ടം has been performed by Chakyars and by നങ്ങ്യാരമ്മ. നങ്ങ്യാന്മാരും ചാക്യാർസും ആണ് സാധാരണയായിട്ട് കൂടിയാട്ടം അവതരിപ്പിക്കുക. ഇത് ദഫ്മുട്ടാണ്. ദഫ്മുട്ട് നമ്മൾ യൂത്ത് ഫെസ്റ്റിവലുകളിലൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ. ദഫ്മുട്ടെന്ന് പറയുന്നത് മലബാർ ഏരിയയിൽ നിലനിന്നിരുന്ന ഒരു ആചാരത്തിനോടനുബന്ധിച്ച ഒരു കലാരൂപമാണ്. ദഫ്മുട്ട് is an art form prevalent in the Malabar region of the state of Kerala in South India. Dafmut is performed as social entertainment and to commemorate festivals, urus and weddings. ഇപ്പം മുസ്ലിം വിവാഹത്തോടൊക്കെ അനുബന്ധിച്ചും ആണ് ദഫ്മുട്ട് നടത്തി വന്നിരുന്നത്. ദഫ്മുട്ട് ക്യാൻ ബി പെർഫോംഡ് അറ്റ് എനി ടൈം ഓഫ് ദ ഡേ. ഒരു ദിവസത്തിൽ ഏത് സമയം വേണമെങ്കിലും ദഫ്മുട്ട് നടത്താം. A Dafmut performance usually consists of 6 members who stand or sit facing each other, singing songs and swaying their bodies to the tempo of the song, which is set by the rhythmic beats of the duff. അപ്പോൾ അവരുടെ കയ്യിലൊരു ദഫ് ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ താളത്തിനനുസരിച്ച് അതിൽ പതുക്കെ താളത്തിൽ അടിച്ചിട്ടായിരിക്കും അവർ ദഫ്മുട്ട് പെർഫോം ചെയ്യുക. അതിൽ സാധാരണയായിട്ട് 6 മെമ്പേഴ്സ് ആയിരിക്കും ഉണ്ടാവുക. അടുത്ത തെയ്യമാണ്.
തെയ്യം is a famous ritual art from that form that originated in North Kerala, which brings to life the great stories of our state. നമ്മുടെ സംസ്ഥാനത്തിലെ മഹത്തായ പല കഥകളുടെയും രൂപാവിഷ്കാരമായ ഒരു കലാരൂപമാണ് തെയ്യം. It encompasses dance, mime and music. The ceremonious dance is accompanied by the chorus of such musical instruments such as chanda, ilathalam, kurungudal and veekuchanda. There are over 400 separate തെയ്യംസ്, each with their own music, style and choreography. അപ്പോൾ അതിനകത്ത് ഡാൻസ് ഉണ്ടാവും, മൈം ഉണ്ടാവും, മ്യൂസിക് എല്ലാം ചേർന്ന ഒരു കലാരൂപമാണ്. അതുപോലെ ഇതിലുപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻറ്റ്സ് എന്തൊക്കെയാണ്? ചെണ്ട, ഇലത്താളം, കുറുങ്കുഴൽ, വീക്കുചെണ്ട എന്നിവയാണ്. അതുപോലെ 400-ലധികം തെയ്യങ്ങളുണ്ട്. ഏതൊക്കെയാണ്? അതിൽ പ്രധാനപ്പെട്ട തെയ്യങ്ങൾ ഏതൊക്കെയാണ്? രക്തചാമുണ്ടി, കരിച്ചാമുണ്ടി, മുച്ചിലോട്ട് ഭഗവതി, വയനാട് കുളവൻ, ഗുളികൻ ആൻഡ് പൊട്ടൻ തെയ്യമൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ. അപ്പോൾ ഇതുപോലുള്ള നിരവധി തെയ്യങ്ങളെ നമുക്ക് കാണാൻ കഴിയും. ഇത് കൂടുതൽ പ്രൊമിനൻ്റ് ആയിട്ടുള്ളത് നോർത്ത് കേരളയിലാണ്, കേരളത്തിൻ്റെ വടക്കൻ പ്രദേശങ്ങളിൽ. അടുത്തത് കുമ്മാട്ടിക്കളി. നമ്മുടെ ഓണത്തിലൊക്കെ നമ്മൾ കുമ്മാട്ടി കാണാറുണ്ടല്ലേ. It is the famous colorful mass dance of Kerala, prevalent in Thrissur district, Palakkad district and part of South Malabar. അപ്പോൾ തൃശ്ശൂരും പാലക്കാടും സൗത്ത് മലബാർ പ്രദേശങ്ങളിലൊക്കെ കാണാൻ കഴിയുന്ന ഒരു കളർഫുള്ളായിട്ടുള്ളൊരു മാസ് ഡാൻസാണ് കുമ്മാട്ടിക്കളി. ഡ്യൂറിങ് ദ ഫെസ്റ്റിവൽ ഓഫ് ഓണം, കുമ്മാട്ടിക്കളി പെർഫോമേഴ്സ് മൂവ് ഫ്രം ഹൗസ് ടു ഹൗസ് കളക്ടിങ് സ്മോൾ ഗിഫ്റ്റ്സ് ആൻഡ് എൻ്റർടൈനിങ് പീപ്പിൾ. നമുക്ക് കൂടുതലായിട്ട് ഇവരെ കുമ്മാട്ടിക്കളി കാണാൻ കഴിയുന്ന എപ്പോഴാണ്? ഓണസമയത്ത് അല്ലേ. അവരുടെ ഒരു പ്രത്യേകത എന്താ? ദ കോസ്റ്റ്യൂംസ് ആർ എ മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് ഫാക്ട് ഓഫ് കുമ്മാട്ടിക്കളി. ദ ഡാൻസസ് ഡൺ a heavily painted colorful wooden mask depicting faces of Krishna, Narada, Kirada, Dariga or hunters. അപ്പോൾ ഇങ്ങനെയുള്ള ക്യാരക്ടേഴ്സിൻ്റെയൊക്കെ ഫേസ് മാസ്ക് അണിഞ്ഞിട്ടായിരിക്കും ഇവരിങ്ങനെ വരിക. ഇനി ഒപ്പന is a traditional and an entertainment dance performed by the Muslim community in the Malabar region as part of their wedding celebrations. മലബാർ ഏരിയയിലൊക്കെയുള്ള ഒരു വിവാഹത്തോടനുബന്ധിച്ച് നടത്തുന്ന ഒരു കലാരൂപമാണ് ഒപ്പന. The art form is mostly performed by women and is noted for its colorful costumes and rhythmic steps. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ്? കളർഫുൾ കോസ്റ്റ്യൂംസ് ആൻഡ് rhythmic steps. The bride, dressed in traditional colorful attire, would be seated in the middle and around her dancers sing and dance. അപ്പം മണവാട്ടി നടുക്കിരുത്തിയിട്ട് ബാക്കി എല്ലാ ഡാൻസേഴ്സ് എല്ലാം അവൾക്ക് ചുറ്റും ഇരുന്ന് ഇങ്ങനെ ഡാൻസ് കളിക്കാറുണ്ട്. അപ്പോൾ അതിനുപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻറ്റ്സ് ഏതൊക്കെയാണ്? ഹാർമോണിയം, ടാമ്പുറൈൻ, ഇലത്താളം ആൻഡ് തബ്ല. ഇതൊക്കെയാണ് ഇൻസ്ട്രുമെൻറ്റ്സ്. അടുത്തതായിരുന്നു മോഹിനിയാട്ടം. മോഹിനിയാട്ടം, ഓൾസോ നെയിംഡ് മോഹിനിയാട്ടം, is a classical Indian dance said to have started as early as 16th century CE in the city of Kerala as dance meant for the temples. ക്ഷേത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ക്ഷേത്രങ്ങൾക്ക് വേണ്ടി നടത്തപ്പെട്ടിരുന്ന കേരളത്തിൽ ഉത്ഭവിച്ച ഒരു കലാരൂപമായിരുന്നു മോഹിനിയാട്ടം. This dance is traditionally performed by women since it was said to come from Mohini, a character that Lord Vishnu embodied to seduce his enemies. നമ്മൾ വിഷ്ണുവിൻ്റെ മോഹിനി വേഷത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടല്ലേ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് മോഹിനിയാട്ടം എന്ന ഒരു പേര് നിലവിൽ വന്നത്. അടുത്തത് പടയണി. പടയണി, ഓൾസോ നോൺ പടേനി ഫ്രം ദ മലയാളം word for military formations, is a traditional folk dance and ritual art from the central portion of the Indian state of Kerala. A ceremonial dance involving masks. It is an ancient ritual performed in Bhagavati temples. The dance is performed in honor of ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ സാധാരണയായിട്ട് നടത്തി വന്നിരുന്ന കലാരൂപമാണ് പടയണി. അപ്പോൾ ഇതിൽ സാധാരണയായി കൂടുതലും കാണപ്പെടുന്ന പത്തനംതിട്ട ജില്ലയിലൊക്കെയാണ് കൂടുതലായിട്ട് പടയണി നമുക്ക് കാണാൻ സാധിക്കുക. കളക്ട് പിക്ചേഴ്സ് ഓഫ് അതർ സച്ച് ആർട്ട് ഫോംസ് ആൻഡ് പ്രിപ്പയർ ആൻ ആൽബം. ഇതുപോലുള്ള കലാരൂപങ്ങളുടെയൊക്കെ ചിത്രങ്ങൾ ഉപയോഗിച്ച് നിങ്ങൾ ഒരു ആൽബം തയ്യാറാക്കാൻ ശ്രമിക്കണം.
അടുത്ത നിലീന ആൻഡ് ഹർ ഫ്രണ്ട്സ് കെയിം ടു സീ ആൻ എക്സിബിഷൻ ഓഫ് പെയിൻറ്റിങ് ആൻഡ് സ്കൾപ്ചർ. ദ ബ്യൂട്ടി ഓഫ് ദ പെയിൻറ്റിങ്സ് ആൻഡ് സ്കൾപ്ചേഴ്സ് അട്രാക്റ്റഡ് ദം എ ലോട്ട്. കണ്ടില്ലേ, നിലീനയും കൂട്ടുകാരും ഒരു ചിത്രപ്രദർശനത്തിന് നിൽക്കുകയാണല്ലേ. അവിടെ ഭംഗിയുള്ള ശിലാരൂപങ്ങളൊക്കെ കൊത്തിവെച്ചിട്ടുണ്ട്. Painting and sculpture are also different types of art forms. Our state has a rich tradition of painting and sculpture. The world famous painter and artist Raja Ravivarma belongs to Kerala. അപ്പോൾ രാജ രവിവർമ്മയെക്കുറിച്ച് എല്ലാവരും കേട്ടിട്ടുണ്ടാവും. മഹാനായ ചിത്രകാരനാണ്. അതുപോലെ കേരളത്തിൽ നിരവധി മഹാന്മാരായ ചിത്രകാരന്മാരും ശില്പികളും ഒക്കെ ഉണ്ടായിരുന്നു. Collect copies of the paintings of Raja Ravivarma. Collect copies of great paintings and conduct an exhibition in your class. The school is preparing for the Arts Festival. Tiruvadirakali and Oppana are among the items. Nilina likes singing songs. Nilina is taking part in classical music, light music and Mappalapat. Let's try to find out some facts about music as we have a great tradition of it. ഇരയിമ്മൻ തമ്പി കണ്ടില്ലേ, ചിത്രം കണ്ടില്ലേ, അദ്ദേഹമാണ് ഇരയിമ്മൻ തമ്പി. ഇരയിമ്മൻ തമ്പിയെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? അദ്ദേഹത്തെക്കുറിച്ച് കേട്ടിട്ടില്ലെങ്കിലും ഈ പാട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? ഓമനത്തിങ്കൾ കിടാവോ നല്ല കോമള താമര പൂവോ. ഇത് അദ്ദേഹം എഴുതിയ പാട്ടാണ്. നമ്മുടെ അമ്മമാരൊക്കെ പാടി നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും അല്ലേ? നമ്മുടെ സാഹിത്യത്തിനും സംഗീതത്തിനും വളരെ വിലപ്പെട്ട സംഭാവനകൾ നൽകിയ ഒരു കവിയായിരുന്നു ഇരയിമ്മൻ തമ്പി. അടുത്ത സ്വാതി തിരുനാൾ. സ്വാതി തിരുനാൾ വാസ് എ കിങ് well versed in music. He has written more than 500 works in Malayalam, Sanskrit, Hindi, Tamil, Telugu and കന്നഡ. ഇങ്ങനെ നിരവധി ഭാഷകളിൽ അഗ്രഗണ്യനായിരുന്ന ഒരു രാജാവായിരുന്നു സ്വാതി തിരുനാൾ. അദ്ദേഹം നിരവധി കൃതികൾ എഴുതിയിട്ടുണ്ട്. more than 500 works. ഫോക്ക് സോങ്സ്, നാടൻ പാട്ടുകൾ. നിങ്ങൾക്കൊക്കെ നിരവധി നാടൻ പാട്ടുകൾ അറിയാമല്ലേ? നമ്മൾ ഇൻ്റർവൽ ടൈമിലും അല്ലാതെ ആർട്ട് ഫെസ്റ്റിവലിനും ഒക്കെ നമ്മൾ നാടൻ പാട്ടുകൾ പാടാറുണ്ട്. ഫോക്ക് സോങ്സ് ആർ സോങ്സ് ഓഫ് എ ലൊക്കാലിറ്റി ദാറ്റ് ആർ പാസ്ഡ് ഫ്രം one generation to another. Folk songs are different types. Those related to farming, handicrafts, entertainments, customs, lifestyle, etc. നിരവധി തരത്തിലുള്ള നാടൻ പാട്ടുകൾ നമുക്കുണ്ടല്ലേ? കൃഷിയുമായി ബന്ധപ്പെട്ടും കരകൗശലമായിട്ട് ബന്ധപ്പെട്ടും അതുപോലെ എൻ്റർടൈൻമെൻറ്റും ആചാരങ്ങൾ, ജീവിത രീതികൾ, ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട നിരവധി തരത്തിലുള്ള നാടൻ പാട്ടുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. The knowledge and experiences gathered through generation are seen in folk songs. ഞാറ്റുപാട്ട് കണ്ടില്ലേ? നിങ്ങളൊന്ന് പാടി നോക്കൂ ഈ ഞാറ്റുപാട്ട്. ഇതുപോലുള്ള നിരവധി ഞാറ്റുപാട്ടുകളും നാടൻ പാട്ടുകളൊക്കെ നിങ്ങൾ ശേഖരിച്ച് ക്ലാസ്സിൽ അവതരിപ്പിക്കണം. ഈ വടക്കൻ പാട്ട്. വടക്കൻ പാട്ട് ആർ സോങ്സ് ദാറ്റ് ആർ ഗ്രേറ്റ് കോൺട്രിബ്യൂഷൻസ് ടു ദ മലയാളം ലാംഗ്വേജ്. There were കളരീസ് to offer military training when the country was ruled by നാടുവാഴി. നാടുവാഴി ഭരിച്ചിരുന്ന സമയത്തിന് നമ്മുടെ യുദ്ധത്തിനൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ആളുകളെ പരിശീലിപ്പിക്കാൻ വേണ്ടിയിട്ട് കളരികൾ ഉണ്ടായിരുന്നു. നമ്മുടെ നാട്ടിലൊക്കെ കളരികൾ ഉണ്ടായിരുന്നു. When there were conflicts or problems that could not be solved, people challenged each other to അംഗംസ്. അപ്പോൾ അംഗത്തിന് ക്ഷണിക്കുമായിരുന്നു അല്ലേ? നമ്മുടെ നാട്ടിന് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ, പരിഹരിക്കാൻ കഴിയാത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്തിന് അംഗത്തിന് ക്ഷണിക്കുമായിരുന്നു. സ്കിൽഡ് അംഗച്ചേകവേഴ്സ് ഓർ വാരിയേഴ്സ് ആർ അപ്പോയിൻറ്റഡ് ഓൺ ബോത്ത് സൈഡ്സ്. വടക്കൻ പാട്ട് ആർ ദ സോങ്സ് ഡിസ്ക്രൈബിംഗ് ദ വാലർ ആൻഡ് ഗ്രേറ്റ്നെസ് ഓഫ് ഫേമസ് വാരിയേഴ്സ് ലൈക്ക് തച്ചോളിയോദയനൻ, ഉണ്ണിയാർച്ച എക്സെട്ര. അപ്പം തച്ചോളിയോദയനെയും ഉണ്ണിയാർച്ചയും പോലുള്ള അംഗച്ചേകവർ വാരിയേഴ്സിനെ കുറിച്ച് പ്രൈസ് ചെയ്ത് പാടുന്ന പാട്ടാണ് വടക്കൻ പാട്ട്. അടുത്ത മാപ്പിളപ്പാട്ടാണ്.
Mappalapatt are poetic forms with unique features. It was Moinkutti Vaidyar who popularized the Mappalapatt in Kerala. കേരളത്തിലെ മാപ്പിളപ്പാട്ട് പോപ്പുലറൈസ് ചെയ്തത് ആരാണ്? മോയിൻകുട്ടി വൈദ്യർ. അപ്പോൾ ഇത്രയായിരുന്നു ഈ ലെസണിൽ നമ്മൾ പഠിച്ചത്. ഇനിയും കൂടുതൽ വിവരങ്ങൾ നമ്മൾ മുതിർന്നവരിൽ നിന്നും മനസ്സിലാക്കുക, കൂടുതൽ വായിച്ച് മനസ്സിലാക്കുക. ഇതുമായിട്ടുള്ള ചിത്രങ്ങളും ഈ കവിതകളും ഒക്കെ പാട്ടുകളും ഒക്കെ നമ്മൾ ശേഖരിച്ച് സൂക്ഷിക്കുക. എല്ലാവർക്കും ശുഭദിനം. നന്ദി. താങ്ക് യു.